നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന യുവേഫ യൂറോ കപ്പിനുള്ള ഇംഗ്ലണ്ടിന്റെ ഒരുക്കങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ടൂർണമെന്റിലെ കിരീട ഫേവറേറ്റുകളിൽ ഒന്നാണ് ഇംഗ്ലണ്ട്. പക്ഷെ കഴിഞ്ഞ സൗഹൃദ മത്സരത്തിൽ ഐസ്ലാൻഡിനോട് ഒരു അട്ടിമറി തോൽവി അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. അത് ഏവരെയും അമ്പരപ്പിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിന് ഒരു തിരിച്ചുവരവ് അനിവാര്യമാണ്. യൂറോ കപ്പിലെ ആദ്യ മത്സരത്തിൽ സെർബിയയെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ഇംഗ്ലണ്ടിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. ഇതിനിടെ ഡെയിലി മെയിൽ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് ഇംഗ്ലണ്ട് ടീമിലെ പല താരങ്ങളുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് അനക്കമില്ല. ഇത് ചില താരങ്ങൾ തന്നെ തീരുമാനിച്ചതാണ്. അതായത് യൂറോ കപ്പിനിടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉപയോഗിക്കേണ്ടതില്ല, യൂറോ കപ്പുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ പങ്കുവെക്കേണ്ടതില്ല എന്ന തീരുമാനം ചില ഇംഗ്ലീഷ് താരങ്ങൾ എടുക്കുകയായിരുന്നു. സൂപ്പർ താരങ്ങളായ ഹാരി കെയ്ൻ, ഡെക്ലാൻ റൈസ് എന്നിവരൊക്കെ അതിൽ ഉൾപ്പെടുന്നവരാണ്. യൂറോ കപ്പിൽ നിന്നും ശ്രദ്ധ തെറ്റുന്നത് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ നിന്നും മാറി നിൽക്കുന്നത്. മാത്രമല്ല, ഇംഗ്ലണ്ട് ടീമിനെതിരെ പലപ്പോഴും പരിഹാസങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിന്റെ സമയത്ത് തന്നെ നിരവധി താരങ്ങൾക്ക് ആക്ഷേപങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നു. സ്വന്തം ആരാധകരിൽ നിന്നാണ് ഈ ഒരു ആക്ഷേപങ്ങൾ ഏൽക്കേണ്ടി വരുന്നത്. നമുക്കറിയാം, മുൻപ് സാൻജോ, ബുക്കയോ സാക്ക എന്നിവർക്കൊക്കെ സ്വന്തം ആരാധകരിൽ നിന്നും വംശീയമായ അധിക്ഷേപങ്ങൾ വരെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഐസ്ലാൻഡിനോട് പരാജയപ്പെട്ട ശേഷവും ഇംഗ്ലീഷ് താരങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നു. ഇതോടുകൂടിയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കാൻ അവർ തീരുമാനിച്ചത്. പൂർണ്ണമായും യൂറോ കപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം. യൂറോപ്പിലെ തന്നെ ഏറ്റവും അഗ്രസീവായ ആരാധകർ ഉള്ള ടീമുകളിൽ ഒന്നാണ് ഇംഗ്ലണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.